പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 6 പ്രതികളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും തെളിവെടുപ്പ് നടത്തുവാനും പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ അപേക്ഷ പരിഗണിച്ച് 2 ദിവസത്തേക്കാണ് കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. സിൻജോ ജോൺസൺ, അമീൻ അക്ബർ അലി, സൗദ് ആദിത്യൻ, കാശിനാഥൻ, ഡാനിഷ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഇവരാണ് ജെ.എസ്. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച വ്യക്തതയ്ക്കും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതികളുമായി തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. പിടിച്ചെടുത്ത ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനകൾക്കായി അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിൽ വ്യക്തത വരുത്താൻ സെലോഫൈൻ ടെസ്റ്റിനായുള്ള അപേക്ഷയും അന്വേഷണ സംഘം കോടതിയിൽ നൽകി. അതേസമയം ഒരാഴ്ചക്കകം കേസ് CBI ഏറ്റെടുക്കുമെന്നാണ് വിവരം. ഇതിനകം പരമാവധി തെളിവുകൾ സമാഹരിക്കുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. സിദ്ധാർത്ഥൻ്റെ സംസ്കാരം നടന്ന കഴിഞ്ഞ 20-ന് തന്നെ കൽപ്പറ്റ DYSP TN സജീവൻ റാഗിംഗ് സാധ്യത സംബന്ധിച്ച് സർവകലാശാലയോട് റിപ്പോർട്ട് തേടിയിരുന്നു. 10 ദിവസത്തിനകം കേസിലെ പ്രധാന പ്രതികളെയെല്ലാം പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് സംസ്ഥാന സർക്കാർ കേസ് CBIക്ക് വിട്ടത്. അമൃത ന്യൂസ്, വയനാട്.